തിരുവനന്തപുരം മുതലപ്പുഴി തുറമുഖ അഴിമുഖത്ത് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് തൊഴിലാളി മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത്. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിവരവെ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിയുകയായിരുന്നു. ഗോകുൽനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, മുതലപ്പുഴയിൽ അപകടങ്ങൾ ഒരു തുടർക്കഥയാവുകയാണ്. ഇതെപ്പോഴായിരുന്നു അപകടം? ഇന്ന് 5 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു വാർത്ത തേടിയിട്ടുള്ളത്. മുതലപ്പുഴ തുറമുഖ അഴിമുഖ മത്സ്യബന്ധനത്തെ വെള്ളം മറിഞ്ഞ് തൊഴിലാളി മരിച്ചെന്നുള്ള വാർത്ത വരുന്നു. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് നിലവിൽ മരിച്ചതായിട്ട് വിവരമുള്ളത്. മത്സ്യബന്ധന തൊഴിലാളി ആയിട്ടുള്ള ആളാണ്. നിലവിൽ 2 പേർ കൂടെ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത കൂടെയുണ്ട്. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരെ അഴിമുഖത്തുണ്ടായ ശക്തമായ തെളിവിൽപ്പെട്ട വെള്ളം തലകീഴായി മറിയുകയാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇന്ന് അർദ്ധരാത്രി 1:30 ആയിരുന്നു നിലവിൽ ഈ അപകടം ഉണ്ടായിരുന്നത്. വിക്ടർ മൊത്തം വള്ളത്തിലുണ്ടായിരുന്ന 3 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഫ്രാൻസിസ്, സുരേഷ്, യേശുദാസ് ഇവർ 3 പേരും രക്ഷപ്പെട്ടതായിട്ടുമാണ് നിലവിൽ വിവരം അറിയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ വേലിയേറ്റ സമയത്ത് അടക്കം വലിയ വാർത്തകളാണ് വരുന്നത്. മുതലപ്പുഴി നിരന്തരമായിട്ട് തന്നെ ഇത്തരത്തിൽ വാർത്തകൾ നിറയുകയാണ്. ഈ അടുത്ത കാലത്ത് തന്നെ 5ഓളം മരണങ്ങൾ നിലവിൽ മുതലപ്പുഴയിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഞ്ചുതെങ്ങ് സ്വദേശി ജോബുവിന്റെ ഉടമസ്ഥയിലുള്ള ചെന്തീര എന്ന വെള്ളമാണ് മറിഞ്ഞതെന്നാണ് നിലവിൽ അറിയുന്നത്. ഗോകുലി, മഴ തുടരുന്ന സാഹചര്യത്തിൽ മത്സ്യബന്ധനത്തിനൊക്കെ വിലക്കുണ്ടായിരുന്നില്ലേ? വിലക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ കൂടെ പലപ്പോഴും മത്സ്യബന്ധന തൊഴിലാളികൾ മറ്റു മാർഗങ്ങളില്ലാതെ കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. പ്രത്യേകിച്ച് മുതലപ്പുഴയിലേക്ക് പോകുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ആദ്യം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും പലരും വള്ളവുമായി തന്നെ ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടെ മുതലപ്പുഴി ഭാഗത്തുണ്ടായിരുന്നു. ഈ അടുത്ത് അങ്ങനെ തന്നെയാണ് ഒരു 34-കാരന്റെ മരണം ഉണ്ടാകുന്നതും. എന്തായാലും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നത്. ശരി ഗോകുൽ, മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് വീണ്ടും ഒരു അപകടം സംഭവിച്ചിരിക്കുകയാണ്. വിക്ടർ എന്ന പേരുള്ള മത്സ്യത്തൊഴിലാളിയാണ് മരിച്ചത്. വിക്ടറിനോടൊപ്പം ഉണ്ടായിരുന്ന 3 പേർ രക്ഷപ്പെട്ടു. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.